ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടുതൽ അഡിക്റ്റഡ് ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എസ്പെഷ്യലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുരുഷൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോടൊരു കൂടുതൽ കണക്ഷനൊക്കെ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അഥവാ നിങ്ങളിൽ കൊണ്ടുവരാൻ കഴിയുന്ന 3 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ പറ്റിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കാതിരിക്കുക. എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുക, പെരുമാറുക. അതൊന്ന് മാറ്റി പിടിക്കുക. കുറച്ചൊക്കെ ഹ്യൂമർ ആഡ് ചെയ്യുക. കുറച്ചൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കുക, വിനയത്തോടു കൂടി സംസാരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഇഷ്ടം തോന്നണം. എസ്പെഷ്യലി കുറച്ച് ഹ്യൂമർ, ഒരു കുട്ടിത്തം ഇതൊക്കെ കാണിക്കുന്നത്, അത് സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുടെ മുമ്പിലോ ആണെങ്കിൽ അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ചൈൽഡിഷ് ക്യാരക്ടർ കാണിക്കുന്നത് കൊണ്ട് നോ സീൻ. അതുപോലെ തന്നെ കുറച്ച് ഹ്യൂമറൊക്കെ ആഡ് ചെയ്യുക സംസാരിക്കുന്ന സമയത്ത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ ഇതൊരു കാരണമായി തീരുമെന്നാണ് പറയുന്നത്. സോ അഡിക്ഷൻ വരാനുള്ള ഒന്നാമത്തെ കാര്യം അതാണ്. കുറച്ച് ഹ്യൂമർ ആഡ് ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക, എപ്പോഴും സീരിയസ് ആയിട്ട് സംസാരിക്കാതിരിക്കുക. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രം കൊടുക്കുക, ക്വാളിറ്റി ടൈം. ആ സമയത്ത് മൊബൈൽ ഫോൺ നോക്കുക അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. അവർക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുക, അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ മടിയിൽ കിടക്കുക, അല്ലെങ്കിൽ അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ഷനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോവുകയാണ്. അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും കാണാനിടയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അഡിക്റ്റഡ് ആവും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക ആ റിലേഷൻഷിപ്പിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു ക്യാരക്ടർ, ബിഹേവിയർ നിങ്ങൾ കൊണ്ടുവരിക. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉപകാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, അത് ക്യാഷുള്ള കാര്യമായിക്കോട്ടെ, ഇനി മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു വെൽബീയിങ് അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള സുഖം കിട്ടുന്ന ഇമോഷണൽ കെയർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനെല്ലാം നമ്മൾ അതാത് സമയത്ത് വേണ്ട രീതിയിൽ തന്നെ താങ്ക്സ്, നന്ദി പ്രകടിപ്പിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അത് ഓപ്പണായിട്ട് അവരോട് തന്നെ അതാത് സമയങ്ങളിൽ പറയുന്നതൊക്കെ കൂടുതൽ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള 3 ബിഹേവിയേഴ്സാണ് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത്, ഒരുപാട് സീരിയസ് ആവാതെ ഇടയ്ക്കൊക്കെ ഹ്യൂമറും ചൈൽഡിഷ് ക്യാരക്ടറും കാണിക്കുക. രണ്ടാമത്തേതായിട്ട് പറഞ്ഞത്, നമ്മൾ ടൈം അവർക്ക് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത്, അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിന് അപ്പോൾ തുറന്ന് നന്ദി പറയുക എന്നുള്ളതാണ്. ഈ ഒരു 3 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആയിരിക്കും. വളരെയധികം നല്ല ബോണ്ടിങ്ങോട് കൂടിയിട്ട് ഒരുപാട് കാലം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു. നമസ്തേ.